السلام عليكم ورحمة الله وبركاته. تفسير درس 28. بسم الله والحمد لله والصلاة والسلام على سيدنا رسول الله وعلى آله وأصحابه أجمعين. أما بعد. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا. اللهم اغفر لنا ولوالدينا ولأزواجنا ولذرياتنا ولأساتذتنا ولتلاميذنا ولسائر أئمة الدين. സൂറത്തുൽ കൗസറിന്റെ രണ്ടാമത്തെ സൂക്തമാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. ഫസല്ലി ലിറബ്ബിക വൻഹർ. നബിയെ, അവിടത്തേക്ക് ധാരാളം അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയല്ലോ. അതുകൊണ്ട് അതിന് നന്ദിയായി ഫസല്ലി, അവിടുന്ന് നിസ്കരിക്കുക, ലിറബ്ബിക, അവിടുത്തെ നാഥന് വേണ്ടി. ഈ നിസ്കാരം കൊണ്ടുള്ള ഉദ്ദേശ്യം പെരുന്നാൾ നിസ്കാരമാണെന്ന് ചില വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ബഹുഭൂരിഭാഗം വ്യാഖ്യാതാക്കളുടെയും അഭിപ്രായം ഒരു നിസ്കാരത്തിൽ പരിമിതമല്ല എന്നാണ്. അവിടത്തേക്ക് അല്ലാഹു ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയല്ലോ, അതുകൊണ്ട് കൂടുതൽ നിസ്കരിച്ചുകൊണ്ട് അല്ലാഹുവിന് നന്ദി പ്രകടിപ്പിക്കുക. വൻഹർ, അവിടുന്ന് ബലിയറുക്കുകയും ചെയ്യുക. അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തിന് നന്ദിയായി രണ്ട് കാര്യങ്ങൾ ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് നിസ്കാരം, രണ്ട് ബലി. എന്തുകൊണ്ടാണ് ഈ രണ്ടും അല്ലാഹുവിന് നന്ദിയായി നിർവഹിക്കാൻ പറഞ്ഞത്? ഇതിൽ വലിയ ഒരു സൂചന അടങ്ങുന്നുണ്ട്. നിസ്കാരം പോലെയുള്ള ആരാധനകൾ ചെയ്യുന്നതോടുകൂടെ തന്നെ ജനോപകാരപ്രദമായിട്ടുള്ള ആരാധനകൾ ചെയ്തുകൊണ്ടും അല്ലാഹുവിന് നന്ദി കാണിക്കണം. നിസ്കാരത്തിൽ മറ്റുള്ളവർക്ക് ആത്മീയമായിട്ടുള്ള ഉപകാരമുണ്ട്, അത് ഇല്ലെന്ന് നിഷേധിക്കുന്നില്ല. കാരണം അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് പറയുമ്പോൾ എല്ലാ സജ്ജനങ്ങളും, അവനെ മാത്രമല്ല, നിസ്കരിക്കുന്ന വ്യക്തിയെ മാത്രമല്ല, എല്ലാ സജ്ജനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ ആത്മീയമായിട്ടുള്ള ഒരു ഉപകാരം മറ്റുള്ളവർക്ക് നിസ്കാരത്തിൽ ഉണ്ടെങ്കിലും പ്രത്യക്ഷമായിട്ടുള്ള ഒരു ഉപകാരം കാണുന്നില്ല. അപ്പോൾ അല്ലാഹുവിന് നന്ദി ചെയ്യുമ്പോൾ പ്രത്യക്ഷമായി ഉപകാരമുള്ള ബലി അറുക്കുക പോലെയുള്ളതും ചെയ്യണം. അങ്ങനെ ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടും അല്ലാഹുവിന് നന്ദി കാണിക്കണം എന്നുള്ള വലിയ ഒരു സൂചന ഇതിൽ അടങ്ങുന്നുണ്ട്. വൻഹർ എന്നുള്ളതിന് മറ്റു പല വ്യാഖ്യാനങ്ങളും പറയപ്പെട്ടിട്ടുണ്ട്. സുപ്രധാനമായ ഒരു വ്യാഖ്യാനമാണ് വൻഹർ എന്ന് പറഞ്ഞാൽ ഇസ്തഖ്ബിലിൽ ഖിബില, നിസ്കരിക്കുന്ന സമയത്ത് ഖിബിലക്ക് നീ മുന്നിടുക. മൂന്നാമത്തൊരു വ്യാഖ്യാനം ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ചതായി കാണാം. ഫസല്ലി ലിറബ്ബിക വൻഹർ എന്ന് പറഞ്ഞാൽ വൻഹർ എന്ന പദത്തിൻ്റെ വ്യാഖ്യാനം വളുഉൽ യമീനി, വലത്തെ കൈവക്കലാണ്, അല ഷിമാലി, ഇടത്തെ കൈയിൻ്റെ മേലിൽ, ഫിസ്സലാത്തി, നിസ്കാരത്തിൽ. അങ്ങനെ വലത്തെ കൈ ഇടത്തെ കൈയിൻ്റെ മേലിൽ വെച്ച് ആ കൈകൾ രണ്ടും ഇൻദൻ നഹരി, നഹറിൻ്റെ അടുത്ത്, നെഞ്ചിൻ്റെ താഴെയായി, നെഞ്ചിൻ്റെ അടുത്ത് ആയിക്കൊണ്ട് വക്കലാണ് വൻഹർ എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം എന്നും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് വന്നിട്ടുണ്ട്. ഇന്ന ശാനിഅക, നിശ്ചയം നബിയെ അവിടുത്തെ ആക്ഷേപിക്കുന്നവൻ, ഹുവൽ അബ്തർ, അവൻ തന്നെയാണ് വാലറ്റവൻ. ഈ അധ്യായം ഇറങ്ങാനുണ്ടായ പശ്ചാത്തലം ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു. അതോടുകൂടെ തന്നെ മറ്റൊരു സംഭവം കൂടെ ഉണ്ടായി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൽ ഹറാമിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞുകൊണ്ട് ഇറങ്ങുന്ന സമയത്ത് ആസ് ബിൻ വാഇൽ എന്ന് പറയുന്ന ഖുറൈശി പ്രമുഖൻ അങ്ങോട്ട് പ്രവേശിക്കുകയാണ്. മസ്ജിദുൽ ഹറാമിൻ്റെ
കവാടത്തിൻ്റെ അവിടെ വെച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആസ് ബിൻ വായിലും കണ്ടുമുട്ടുന്നു. കണ്ടുമുട്ടിയപ്പോൾ ആസ് ബിൻ വായിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി അല്പനേരം സംസാരിച്ചു. ഇത് ഖുറൈശി പ്രമുഖരായ ആളുകൾ ദൂരെ നിന്ന് വീക്ഷിക്കുകയാണ്. രണ്ടുപേരും വർത്തമാനം കഴിഞ്ഞ് പിരിഞ്ഞപ്പോൾ ആസ് ബിൻ വായിലിനെ വിളിച്ചുകൊണ്ട് ഖുറൈശി പ്രമുഖർ ചോദിച്ചു, അല്ല ആസെ, എന്തിനാണ് നീ മുഹമ്മദുമായി സംസാരിച്ചത്? നാം അവനുമായി ബഹിഷ്കരണം ഏർപ്പെടുത്തിയതല്ലേ? അവനുമായി സംസാരിക്കാൻ പാടില്ല, ഒരു നിലക്കുള്ള സഹായവും അവന് ചെയ്തു കൊടുക്കാൻ പാടില്ല, അവനുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല, ഇങ്ങനെ തുടങ്ങി എമ്പാടും ബഹിഷ്കരണങ്ങൾ അവനുമായി നമ്മൾ ഏർപ്പെടുത്തിയിട്ടുള്ളതാണ്. എന്തായിരുന്നു നിങ്ങൾ തമ്മിലുള്ള സംഭാഷണം? നീയും അവൻ്റെ വലയിൽ കുടുങ്ങിയോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആസ് ബിൻ വായിൽ പറഞ്ഞു, എന്തിനാ നിങ്ങൾ ഭയപ്പെടുന്നത്? അവനോട് ഞാൻ സംസാരിച്ചു എന്നതുകൊണ്ട് എന്ത് വരാൻ പോകുന്നു? അവൻ്റെ വാലറ്റ് പോയതല്ലേ? അവന് ആൺമക്കളില്ല, അവൻ്റെ ആശയം ഇതോടുകൂടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി അവൻ്റെ ആശയത്തിന് നിലനിൽപ്പില്ല. അത് ലോകത്ത് പ്രചരിപ്പിക്കാൻ അവൻ്റെ ഒരു പിൻഗാമിയായി ആരെയും കാണുന്നില്ല. അവൻ്റെ ആൺകുട്ടികളൊക്കെ മരണപ്പെട്ടു പോയില്ലേ? ഞാൻ അവനുമായി സംസാരിച്ചാൽ എന്തു വരാൻ? ഒന്നും വരാനില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതിനും കൂടെയുള്ള ഒരു മറുപടിയാണ്, ഇന്ന ഷാനി അക്ക ഹുവൽ അബ്തർ, നിശ്ചയം നബിയെ അവിടുത്തെ ആക്ഷേപിക്കുന്നവൻ, ഹുവൽ അബ്തർ, അവൻ തന്നെയാണ് വാലറ്റവൻ. ചുരുക്കത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വേദനിപ്പിച്ചവർക്കുള്ള മറുപടിയാണ്. ഏത് കാലത്ത് അവിടത്തെ വേദനിപ്പിച്ചവരുണ്ടോ അവരൊക്കെ ഈ നിലക്ക് പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടത്തെ ആദരിക്കേണ്ടതുപോലെ ആദരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.